അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കണ്ണൂർ താളക്കാവിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും ആയങ്കിയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിനിടെ അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജിയെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സഹോദരൻ സഹായം നൽകിയെന്നാണ് എഫ്ഐആറിലുള്ളത്. കണ്ണൂരിൽ നിന്നും ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂരും കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം പ്രസാദിലേക്കാണ്. പ്രസാദ്, അർജുന് പിന്നാലെ സഹോദരനെയും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. എന്താണ് കേസ്? എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്നത്? ഗൗതം, ഇന്നലെ രാത്രി 12 കൂടിയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്, അജയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതിൽ മുൻകരുതൽ അറസ്റ്റിന്റെ ഭാഗമായിട്ടാണ് നടപടി എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ വിശദമാക്കുന്നത്. അതിൽ പറയുന്നത് അർജുൻ ആയങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിക്കുകയും അതിനുള്ള സാമ്പത്തികം ഒരുക്കി കൊടുക്കുകയാണ്, ക്ലൗഡ് ഫണ്ടിങ്ങിലൂടെ അതിനുള്ള സാമ്പത്തികം ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും അർജുൻ ആയങ്കി ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കണക്കിലെടുത്താണ് ഇന്നലെ രാത്രിയുള്ള ഈ അറസ്റ്റ്. മുൻകരുതൽ അറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പിന്നീട് അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അവിടുന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അർജുൻ ആയങ്കിയുടെ സഹോദരനെയാണ് ഇന്നലെ അദ്ദേഹം ജോലി ചെയ്യുന്ന കോഴിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിന്റെ മുമ്പിൽ വെച്ചും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, കസ്റ്റഡിയിലെടുത്തു. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ കൂടി ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിഖിൽ, കൂടുതൽ വ്യക്തത വരുന്നു. എങ്ങനെയാണ് ഈ അറസ്റ്റിലേക്ക് എത്തിയത്, എങ്ങനെയാണ് പോലീസിൻ്റെ വലയിൽ അർജുൻ ആയങ്കി കുടുങ്ങിയത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. വിശദാംശങ്ങൾ. ഗൗതം, ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ ഈ കാണുന്ന ഈ അപ്പാർട്ട്മെന്റിലേക്കാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2:15-നും 2:30-ക്കും ഇടയിലുള്ള സമയത്ത് അർജുൻ ആയങ്കി എത്തുന്നത്. ഈ വിവരം പോലീസിന് ലഭിക്കുന്നു. പോലീസ് പിന്നീട് കൃത്യമായി നിരീക്ഷിച്ച് അത് ഉറപ്പിക്കുന്നു. രാത്രിയോടുകൂടി കണ്ണൂർ ടൗൺ പോലീസിന്റെ സംഘം ഇവിടേക്ക് എത്തുന്നു. അതുവരെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇവിടെ എത്തിയ ടൗൺ പോലീസ്, ഒപ്പം തന്നെ ഈ സ്ക്വാഡ്, സിറ്റി പോലീസിന്റെയും റൂറൽ പോലീസിന്റെയും കമ്മീഷണർ സ്ക്വാഡ്, ആ സ്ക്വാഡ് ഇയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ദൃശ്യങ്ങളിലെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 1 മണിക്കൂറിലേറെ സമയം പോലീസ് ഇവിടേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതിനും ഇടയിലുണ്ട്. അതുണ്ടായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്, പോലീസ് ആദ്യം ഇവിടെ എത്തുന്നു. ഈ ബിൽഡിങ്ങിലാണ്, നമുക്ക് ഒരുപക്ഷെ മുകളിലേക്ക് പോയാൽ ഈ അപ്പാർട്ട്മെന്റിലേക്കാണ് എത്തിയത്. ഈ അപ്പാർട്ട്മെന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 മുറികളാണ് ഉള്ളത്. വലിയ സൗകര്യങ്ങളുള്ള അപ്പാർട്ട്മെന്റ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിഭാഷക ദമ്പതികളുടേതാണ്. ഈ അപ്പാർട്ട്മെന്റിലാണ് അർജുൻ ആയങ്കി എത്തുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം ഈ പോലീസ് ഇങ്ങോട്ട് വരുന്നു. അർജുൻ ഇവിടെ ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുന്നു. പക്ഷേ ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. സ്വാഭാവികമായും പോലീസിന് ആ സമയത്ത് അങ്ങനെ മുറിക്കകത്ത് കയറി പരിശോധിക്കാനുള്ള ഒരു സാഹചര്യവും അതിനുള്ള നിയമം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അതിന്റെ നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ടൈം ഗ്യാപ്പ്, അതായത് ഈ 1.25 മണിക്കൂറോളം 1.5 മണിക്കൂറോളം വന്നിരിക്കുന്ന ആ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം അർജുൻ ആയങ്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമത്തിനിടയിൽ അർജുനെ പിടികൂടി പോലീസ് കൊണ്ടുപോകുന്നു. ഏതായാലും പോലീസ് വരുന്നതിന്റെയും പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അർജുൻ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ലഭിച്ചേക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അല്പസമയത്തിനകം. തീർച്ചയായിട്ടും അത്തരത്തിൽ കൂടുതൽ ദൃശ്യങ്ങളും വിശദാംശങ്ങളും കൂടി പുറത്തു വരേണ്ടതുണ്ട്. അത് വരുന്ന മുറയ്ക്ക് നമ്മൾ ഈ വാർത്തകളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. എന്തായാലും ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ സഹോദരനെ ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിടുകയാണ്. അർജുൻ ആയങ്കിയെ പിടികൂടിയതിൻ്റെ വിശദാംശങ്ങളാണ് അതിലുള്ളത്. പ്രസാദും നിഖിലുമാണ് വിവരങ്ങൾ നൽകിയത്.